എനിക്കെന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചതിന് എന്നെ ഇത്രയും വലിച്ചു കീറി എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞ്, എൻ്റെ അമ്മയെ പറഞ്ഞ്, എൻ്റെ അച്ഛനെ പറഞ്ഞ്, എൻ്റെ എന്തെല്ലാം രീതിയിലാണ്, മഹാവൃത്തികെട്ട രീതിയിൽ. മലയാളികളൊന്നും ഇങ്ങനെ ആവൂല. അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തത് അറിഞ്ഞിട്ട് ഡോക്ടർ രജിത് കുമാർ പുള്ളി ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി ആണ് അനീഷിന് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചെക്കെല്ലാം കൈമാറി. അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ രജിത് കുമാർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തു, അതുകൊണ്ട് സീസൺ 2 ഈ പറഞ്ഞിട്ടുള്ള പകുതി വെച്ചിട്ട് ഷോ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൽ 50 ലക്ഷവും കപ്പൊക്കെ നിങ്ങൾക്ക് ലാഭമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ എനിക്കും കൂടെ തന്ന് സഹായിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് രജിത് കുമാർ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മളെല്ലാം കണ്ടാണ്. അത്യാവശ്യം പുള്ളി എയറിൽ പോയിട്ടുമുണ്ട്, എല്ലാവരും വലിച്ചു കീറി ഒട്ടിച്ചിട്ടുമുണ്ട്. ഞാനുൾപ്പെടെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ഇയാൾ എന്ത് മനുഷ്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ ഇയാളോട് കുറച്ചെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നു. അതും പോയിന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്. എനിക്ക് ആ ഒരു ബഹുമാനം കൂടെ പോയി. കാരണം ഇത്രയും തലയ്ക്കകത്ത് പുണ്ണാക്കം കൊണ്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ നമ്മളെന്തിനാണ് ഒരു ബഹുമാനം കൊടുക്കുന്നത്? കാരണം ഇപ്പം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഈ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ചെയർമാൻ ഡോക്ടർ റോയി അനീഷിന് 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളിക്ക് എന്തെങ്കിലും അനീഷിനോടുള്ളൊരു താല്പര്യം കൊണ്ടിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് അതുമായിട്ട് എന്തൊരു ബെനിഫിറ്റ് കൊണ്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള പുള്ളിക്ക് ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്രെഡിറ്റ് പുള്ളിക്ക് കിട്ടും, അത് വേറെ കാര്യം. അപ്പോൾ അതിൽ തൂങ്ങി പിടിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ സീസൺ 2 വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് അത് പകുതി വെച്ച് നിർത്തിയൊരു ഷോ അല്ലേ, അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, 5 ലക്ഷം രൂപ വേണം ചാരിറ്റിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുള്ളി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. യോജിക്കാൻ ചിലപ്പം പല ആൾക്കാർ പല അഭിപ്രായങ്ങളും കൊണ്ട് വരുമായിരിക്കാം. ചില ആൾക്കാർ പറയും പുള്ളി ചോദിച്ചാൽ എന്താണ് കുഴപ്പം, കാരണം അയാൾക്ക് ഉള്ളതുകൊണ്ടല്ലേ അയാൾ ചോദിച്ചത്, അല്ലെങ്കിൽ അയാൾ ചാരിറ്റി ചെയ്യുന്നതുകൊണ്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ചോദിച്ചതെന്നൊക്കെ ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരാം. ചില ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ടും വരാം. ഇയാൾക്കൊന്നും വേറെ നാണമില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ വരാം. എനിക്കും ആ ഒരു അഭിപ്രായമാണ്, നാണമില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരു അഭിപ്രായമാണ്. കാരണം ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്തെന്നും പറഞ്ഞിട്ട് ചാരിറ്റി ചെയ്യാനെ കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇരന്ന് ചെന്ന് ചോദിച്ച് ചാരിറ്റിക്ക് കൊടുക്കേണ്ട ഒരു ഗതികേട്, അങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിൽ എനിക്ക് താല്പര്യമല്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. അതിലും നല്ലത് ആ ഒരു പ്രസ്ഥാനം നടത്താതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഡോക്ടർ രജിത് കുമാർ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞത്, ഞാൻ ആ ഷോയ്ക്ക് വേണ്ടി മരിച്ചു കളിക്കുകയായിരുന്നു, അതെല്ലാവർക്കും അറിയാം. അപ്പം അനീഷിനിപ്പം കഴിഞ്ഞിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്തപ്പോൾ അത് ഞാൻ ചോദിച്ചത് എൻ്റെ ചാരിറ്റി പർപ്പസിന് വേണ്ടിയാണ്. എനിക്ക് 1 രൂപയുടെ ആവശ്യമില്ല. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ പണി ചെയ്യുന്നുണ്ട്, സിനിമ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഞാൻ നാളിത്രയും കഷ്ടപ്പെട്ടതിന് ഉള്ള ഒരു ചെറിയ എമൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. പക്ഷേ അഡീഷണലായിട്ട് എനിക്ക് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം ഞാൻ ചാരിറ്റിക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ധാരാളം നന്മയുള്ള മലയാളികൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ചാരിറ്റിയാണ് പബ്ലിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള അർഹതയുണ്ട്. പക്ഷെ ഷോ കഴിഞ്ഞു ഞാനത് നിർത്തി. പക്ഷെ അതിന് എനിക്കെന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചതിന് എന്നെ ഇത്രയും വലിച്ചു കീറി എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞ്, എൻ്റെ അമ്മയെ പറഞ്ഞ്, എൻ്റെ അച്ഛനെ പറഞ്ഞ്, എൻ്റെ എന്തെല്ലാം രീതിയിലാണ്, മഹാവൃത്തികെട്ട രീതിയിൽ. മലയാളികളൊന്നും ഇങ്ങനെ ആവൂല. ഇത് കൂലിപ്പട്ടാളമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ PR വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കിട്ടാതെ പോയ, വിജയിക്കാൻ ട്രോഫി കിട്ടാതെ പോയി, 50 ലക്ഷം കിട്ടാതെ പോയ എൻ്റെ ഫ്രസ്ട്രേഷനാണോ എൻ്റെ പെടലിൽ തീർക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും വളരെ അറിയാം. ഇനി കുറച്ച് പേര് ചെളിവാരി എറിഞ്ഞു, ചാണകം വാരി എറിഞ്ഞു, വായിത്തോന്നി വിളിച്ചു എന്ന് പറഞ്ഞൊന്നും ഞാൻ മാളത്തിനകത്ത് കയറിയിരിക്കില്ല. ഇത്ര പാടുപെട്ട് നിങ്ങൾ എന്തിനാ പിന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഷോയുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല, എനിക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അതിനത് അങ്ങനെ ചോദിച്ചാന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ തന്നെ ഈ ഒരു സീസൺ 2 കാര്യം കൊണ്ടിടുന്നുണ്ട്. സീസൺ 2 പകുതി വെച്ച് നിർത്തിപ്പോയതാണ്, അതിൽ നിന്ന് 50 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭമുണ്ട്, ട്രോഫി ലാഭമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തത്. പിന്നെയും അതിനെ ന്യായീകരിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ചോദിച്ചത് പുള്ളിയുടെ അതിലൊന്നും തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പുള്ളിക്ക് നാണോ മാനോ ഉളുപ്പും ഇല്ലാത്തതുകൊണ്ട്, കാരണം
ഇതിനകത്ത് അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് എന്തിനാണ് മൂന്നാമതൊരാൾ, ഇടനിലക്കാരൻ എന്തിനാണ്? ഇപ്പോൾ ഡോക്ടർ റോയിയെ പോലുള്ള ആളൊക്കെ പുള്ളിക്കാരൻ അത്യാവശ്യം ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ പുള്ളിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നേരിട്ട് കൊടുക്കാം. അല്ലാതെ രണ്ടാമതൊരു ഇടനിലക്കാരനെ വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളെ വെച്ചിട്ട് അതേ പൈസ മേടിച്ച് കൊടുക്കേണ്ട ഒരു ഇതും എനിക്ക് അതിനകത്തൊരു റൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, പൈസ വെച്ച് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും. അല്ലാതെ വേറൊരാളെ കയ്യിൽ നിന്ന് ഇപ്പം രജിത്ത് തന്നെ പറയുന്നുണ്ട്, പുള്ളിയുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിച്ചത്. ഇല്ലാത്ത ഒരാൾ എന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ പരിപാടിക്ക് ഇറങ്ങാൻ നിൽക്കില്ലേ, അതാണ് വേണ്ടുന്നത്. ഉള്ള ആൾക്കാർ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എന്തില്ലെങ്കിലും കൊടുക്കുമോ? ഇല്ലാത്ത ഒരാൾ അതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ഈ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് കൂടെ എന്തെങ്കിലും ബെനിഫിറ്റും ഗുണവും ഇല്ലാതെ അയാൾ ആ പരിപാടിക്ക് ഇറങ്ങത്തില്ല. അത് വേറെ കാര്യം. ചാരിറ്റിയൊക്കെ നമുക്കും അറിയാം, എന്താണ് ചാരിറ്റിയുടെ പേരിൽ ഇവിടെ നടക്കുന്നതെല്ലാം എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇയാൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് സത്യം പറയാം ഇയാളോട്ടുള്ളൊരു ബഹുമാനം കൂടെ എനിക്ക് പോയി കേട്ടോ. ഇനി ഇതല്ല രജിത് കുമാറിന് നേരിട്ട് ചോദിക്കണമായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ചാരിറ്റിയൊക്കെ ചെയ്യുന്ന കുറച്ച് പൈസ വേണമെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ചോദിക്കായിരുന്നു. ഇത് ഒരുമാതിരിയില്ല കഴിഞ്ഞ പൂട്ടിപ്പോയൊരു സീസണും പിടിച്ചുകൊണ്ട് ഇട്ട് അതിനകത്ത് 50 ലക്ഷം രൂപ ലാഭം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു രീതിയിലുള്ളൊരു സംസാരമാണ് നമ്മൾ കണ്ടത്. പുള്ളിക്ക് ചാരിറ്റി പ്രവർത്തനത്തിന് പൈസ ചോദിക്കാമെങ്കിൽ അത് ആ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം അല്ലേ. പുള്ളി ഇത് വളഞ്ഞാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. പിന്നെ പുള്ളി ഈ പറഞ്ഞിട്ടുള്ള സീസൺ 2 പുള്ളി ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുള്ളിയെ ഇറക്കി വിട്ടുകയാണ് ആ ഷോയിൽ നിന്ന് അല്ലേ. അല്ലാതെ പുള്ളി ഷോ തീരുന്നത് വരെ നിർത്തലാക്കുന്നത് വരെ അതിനകത്തില്ലായിരുന്നു. പുള്ളി അവിടെ കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ വെച്ചിട്ട് കണ്ണിൽ മുളക് തേച്ച് വരച്ചതിനുള്ളൊരു ഇത് വെച്ചിട്ട് അയാളെ പിടിച്ച് പുറത്താക്കിയാണ് ചെയ്തത്. അല്ലാതെ അയാളെ നല്ല കാര്യം ചെയ്തതിന് പിടിച്ച് പുറത്താക്കിയതല്ല. അത് വേറെ കാര്യം. ഫിസിക്കൽ അസാൾട്ട് ചെയ്തതിന് തന്നെയാണ് അയാളെ പിടിച്ച് പുറത്താക്കിയിട്ടുള്ളത്, ഈ രജിത് കുമാറിനെ അല്ലേ. എന്നിട്ട് ആ ഷോയിൽ നിന്ന് ബെനിഫിറ്റ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് ആ ഷോയിൽ ആത്മാർത്ഥമായിട്ട് മത്സരിച്ച എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ചോദിക്കുന്നതിന് ഒരു ഉളുപ്പ് വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ചേച്ചി കഴിക്കുമോ, അവരങ്ങനെ ഒരു സ്ത്രീയാണോ, അവരെക്കുറിച്ച് അങ്ങനെ പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെക്കുറിച്ചും വെറുതെ ഒരു ആരോപണം പറഞ്ഞു. അപ്പം എന്നെക്കുറിച്ച് പല ആരോപണം പറഞ്ഞു. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പം ചേച്ചി കഴിക്കുമോ എന്നുള്ളത് കഴിഞ്ഞ ഒരു ബോർഡ് മീറ്റിംഗ് നമ്മൾ കൂടിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇവരെ പ്രശ്നം എന്താണെങ്കിലും നമ്മൾ ഓപ്പണായിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയണ്ടല്ലോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന്. ആ പ്രശ്നത്തിന് പുള്ളിക്കാരി പറഞ്ഞൊരു വീഡിയോ, ഇതൊരു ഫുൾ വീഡിയോ കാണിക്കുന്നത്, കാരണം ഏകദേശം 1 മണിക്കൂറോളം ഒരു വീഡിയോ ആണ്. അതിൻ്റെ ചെറിയൊരു ഭാഗം കഴിക്കുമല്ലോ എന്നുള്ളത് എന്താ പറയണമെന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. കേട്ടില്ലേ, ഐ ഡു ഡ്രിങ്ക്. പുള്ളിക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്, പുള്ളിക്കാരി കഴിക്കുന്നില്ല. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മദ്യം മേടിച്ച് കൊടുക്കാറുമില്ല, അതിന് സപ്പോർട്ടും ചെയ്യാറില്ല. അതുകൊണ്ടല്ല ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. അടിച്ചു കഴിഞ്ഞാൽ ഞാനെന്തോ വലിയ രാജാവാണ്, ഞാനെന്തോ വലിയ സംഭവം എന്നുള്ള ലെവലിൽ വന്ന് നമ്മളോട് പറയും. ഒന്ന് പറഞ്ഞ് രണ്ടിന് മായും പൂവും കൂട്ടി തെറി വിളിക്കും, അടിക്കും ചെയ്യും. എന്നെ അടിച്ചിട്ടുണ്ട്, വേറെല്ലാവരും അടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടുണ്ട്, പേഴ്സണലി എന്നെ അടിച്ച എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഭാര്യ വരാൻ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നീ വലിഞ്ഞു കയറി ആ കുടുംബത്തിൽ കിടക്കുന്നത്? നിനക്ക് ഇറങ്ങി പൊക്കിയൂടെ? ഇതൊക്കെ സഹിച്ചു പിടിച്ച് നീ എന്തിനാടേ അവിടെ നിൽക്കുന്നത്? വല്ലവനെ കുടുംബത്തിൽ ഇതുപോലെ വലിഞ്ഞു കയറി നിന്നിട്ട് എന്തെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് നാണമില്ലേടെ അത് ആ കുടുംബത്തെ പറ്റിയിട്ട് ഇങ്ങനെ വന്നിരുന്നത് കുറ്റം പറയാനൊക്കെ ഉണ്ട്? അതൊക്കെ അവരുടെ ചോയ്സാണ്. കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ വിഷയങ്ങളാണ് അല്ലേ. എനിക്കത്രേ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിന്. അത് കൂടുതലൊന്നും പറയാനില്ല. വലിഞ്ഞേരി അവിടെ കിടന്നിട്ട് പിന്നെ അവരെ കുറ്റം പറയാൻ നടക്കുന്ന, അവരെ കുടുംബത്തിൽ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇത്രയും ഇതായിട്ട് എന്തിനാ നിൽക്കുന്നത്? എന്താ പിന്നെ ഇറങ്ങി കൊടുത്തൂടെ? അവിടെ നിന്ന് ഇറങ്ങി പൊക്കൂടെ? സോറി, ആ കാറിന്റെ ഡ്രൈവർ സോറി പറയണം. എന്തിന്? ഞാൻ അദ്ദേഹത്തോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം അദ്ദേഹത്തിനുണ്ടെങ്കിലോ? എന്ത് മണ്ടത്തരവി പറയുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിരുന്നു, ഈ വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നോ? ഇരിക്കെ, ഒരു മിനിറ്റ്. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം മാറ്റി തരാം. ഇവരൊക്കെ ആരാ? അത് താൻ അറിയണ്ട. യെസ് സാർ.
എടോ അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ കണാപ്പനെ മാറ്റിയിരുത്തിയതാ. കല്യാണ വീടായിപ്പോയി, അല്ലെ ഞാൻ ചവിട്ടി ഇറക്കിയനെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, എടോ തന്ത്രപരമായിട്ട് അവനെ അവിടുന്ന് മാറ്റ്. സാറിന്റെ പണി നോക്കിയോ, ഇക്കാര്യം ഞാൻ ഡീൽ ചെയ്തുതരാം. വന്ന കാറ് എന്ത് ഒന്നേ സോറി വന്നേ. എടാ ഇത് ഇതുവരെ തീർന്നില്ലേ? ഈ PR വിഷയം ഇതുവരെ തീർന്നില്ലേ? ഇത് വിനു അനുവിന് വേണ്ടി PR ചെയ്തു. ബിഗ് ബോസ് കഴിഞ്ഞു, ഷോ കഴിഞ്ഞു, ആ ഇടപാട് കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ആ കൊച്ചിൻ്റെ പുറകെ ഇങ്ങനെ വാലെ തൂങ്ങി നടക്കുന്നത്? ഉള്ള കാര്യം പറയാം, അനു നീ ഈ സാധനത്തിനെയും പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിനക്ക് ഉള്ള വിലയും കൂടെ നിന്റെ പോകും. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഷോ കഴിഞ്ഞു, PRൻ്റെ പരിപാടി ചെയ്തു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, പൈസ കൊടുത്ത് ഒഴിവാക്കുക. അല്ലാതെ പോകുന്നിടത്തും വരുന്നതെല്ലാം ഈ PR-നെ പിടിച്ചുകൊണ്ട് നടന്ന എല്ലാം മന്ത്രിമാരെ പിയ പോലെയാണ് ഇപ്പം വിനു നടക്കുന്നത് കൂടെ. പക്ഷെ എനിക്ക് കണ്ടിട്ട് അത്ര എനിക്കൊരു ഇത് തോന്നിയില്ല. പുള്ളിക്കാരൻ എന്തോ മുതലെടുക്കാൻ നടക്കുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എവിടെയും കല്യാണം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇനാഗുറേഷൻ എവിടെ നോക്കിയാലും അനുവിൻ്റെ വാലെ തൂങ്ങിയാണ് ഇപ്പം ഈ വിനു നടക്കുന്നത്. വിനുവിനെ അറിയത്തുപോലും ഇല്ലെന്ന് പറഞ്ഞ അനു ഇപ്പം എവിടെ നോക്കിയാലും വിനുവിനെ കൊണ്ടാണ് നടക്കുന്നത് കാണുന്നത്. PR ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു കൺസിഡർ കൊടുക്കുകയോടെ ഇതൊക്കെ എന്തുവാടെ ഇതൊക്കെ അതുകൊണ്ട് ഉള്ള പേരും കൂടെ കളയാനുള്ള പരിപാടിയാണ് ഇപ്പം അനു നോക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടിപ്പോവും. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല ഇതെന്താണെന്ന്. ഇതിനെ പറ്റിയിട്ട് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം അനു എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ കയറിയപ്പോ തന്നെ ഈ വിനു എന്ന് പറയുന്ന PR ഇട്ട സ്റ്റോറിയാണ് കപ്പ് ഞങ്ങൾ തൂക്കും. ഇവരെങ്ങനെ ഇത്ര കോൺഫിഡൻസോടെ ആദ്യം തന്നെ പറയുന്ന കപ്പ് തൂക്കും എന്നുള്ള കാര്യം? അത് പൈസയുടെ പവർ എന്ന് വേണേൽ നമുക്ക് പറയാം. തലയ്ക്കകത്ത് ഒരു 5 പൈസയുടെ വിവരം പോലും ഇല്ലെന്ന് ഇതിലൂടെ മനസ്സിലാക്കുക. എന്തുവാടേ പറയുന്നത്? പിന്നെ ഒരു ഇതിലേക്ക് പോകുന്ന എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമല്ലേ, ഞാൻ കയറി കഴിഞ്ഞാൽ ഞാൻ കപ്പും കൊണ്ടേ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ ഒരു 100 ദിവസം കൊണ്ടേ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്തൊക്കെയാണ് തള്ളിമറിച്ച് ഇട്ടിട്ട് പോകുന്നത്. ഞാൻ കപ്പും കൊണ്ടേ ലാലേട്ടൻ ഇവിടെ വരൂ, ലാലേട്ടൻ്റെ ഈ കയ്യിൽ ഞാനായിരിക്കും പിടിച്ചിരിക്കുന്നത്, മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ കയറി പോകുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാവരും. ഇപ്പം ഈ വിനു ഒരു സ്റ്റോറി ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തൊന്നുമില്ല. സാധാരണ എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അനു കപ്പ് തൂക്കും, അല്ലെങ്കിൽ ഷാനവാസ് കപ്പ് തൂക്കും, അനീഷ് കപ്പ് തൂക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും തുടക്കം തൊട്ടേ സ്റ്റോറി ഇടുന്നത്. അത് അങ്ങനെ അവരൊരു വിശ്വാസമാണ്, കോൺഫിഡൻസ് രീതിയിൽ പറയുന്നതാണ്. ഇതുപോലും എന്തുവാടെ ഇതൊക്കെ 5ന്റെ വിവരമില്ല, അത്ര തന്നെ. പടക്ക് തുഴഞ്ഞ് പതക മടിച്ച് പാണ്ടിയ പടകേറി വാ. ഇതൊക്കെ പടച്ചു വിടുന്നതിന് സമ്മതിക്കണം. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. See you.